ഞാൻ 2 മാസം മുമ്പ് പിന്നെ ഒരു മണി പ്ലാന്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം എല്ലാവർക്കും അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് ഇപ്പോൾ ഈ 2 മാസം കഴിഞ്ഞിട്ടാണെങ്കിലും ആൾക്കാർക്ക് ഇപ്പോഴും ഓരോ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ സംശയങ്ങൾക്കെല്ലാം ഉള്ള പ്രതിവിധിയായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓരോ സംശയങ്ങളും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോരുത്തരുടേതായിട്ട് ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോയിൽ ഞാനൊരു ഈസി ആയിട്ടുള്ള ട്രിക്ക് കാണിക്കുന്നുണ്ട്. വെള്ളത്തിൽ മണി പ്ലാന്റ് എങ്ങനെ നല്ല ബുഷിയായിട്ട് മണ്ണി വളർന്നു നിൽക്കുന്ന പോലെ തന്നെ എങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ള ഒരു ഈസി മെത്തേഡാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാണെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട് കേട്ടോ. അപ്പം ആദ്യത്തെ ഒരു സംശയം, വെള്ളത്തിൽ ഇതുപോലെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നുണ്ടോ? ഇതുണ്ടോ? വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ ഒരാളുടെ സംശയമാണ്, വെള്ളത്തിലിട്ട് വെച്ചിട്ട് അവരുടെ ഇത് ചെടി ചീഞ്ഞു പോകുന്നു. അപ്പം അത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെള്ളത്തിൽ വെക്കുമ്പം നമ്മൾ അധികം വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഇല വെള്ളത്തിൽ കിടക്കരുത്. ഇല വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും, സ്വാഭാവികമാണ്. അതുകൊണ്ട് ഇല വെള്ളത്തിൽ മുട്ടുകയില്ലാത്ത പോലെ വേണം വെള്ളം ഒഴിക്കാൻ. പിന്നെ അതും പോരാഞ്ഞ് ആഴ്ചയിൽ വെള്ളം മാറ്റി അതിൻ്റെ വേര് നന്നായിട്ട് കഴുകിയിട്ട് വെക്കണം. അപ്പോൾ ആ സംശയം തീർന്നില്ലേ? അടുത്ത സംശയം എന്ന് പറയുന്നത്, വെള്ളത്തിൽ തന്നെ വെക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോയെന്ന്. അതായത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പിന്നെ വെള്ളത്തിൽ വെച്ച് അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വെള്ളത്തിൽ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് വെള്ളത്തിൽ തന്നെ വെക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോയെന്ന്. ഇല്ല, ഒരിക്കലും ഇല്ല. വെള്ളത്തിൽ തന്നെ വെക്കുന്നതുകൊണ്ട് ഇത് ഇപ്പം 2-3 വർഷമായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ തന്നെ ഇരിക്കുന്നതാണ്. ഇതിൻ്റെ തണ്ടുകൾ ഞാൻ മുറിച്ചെടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ആവശ്യത്തിന് നീളം എന്ന് കഴിയുമ്പോൾ പിന്നെ വെള്ളത്തിൽ തന്നെ വെക്കുന്നതുകൊണ്ട് പിന്നെ വളർച്ച കുറച്ച് സ്ലോ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ മണ്ണിൽ വെക്കുകയാണെങ്കിൽ വളർച്ച നല്ല സ്പീഡിൽ വളരും. ഈ വെള്ളത്തിൽ വെക്കുന്നതുകൊണ്ട് അധികം വളർച്ച വരികയില്ല. അഥവാ കൂടുതൽ വളർന്ന് നീണ്ടു വരുന്ന ശിഖരങ്ങൾ ഇങ്ങനെ വട്ടത്തിൽ ചുറ്റി വെക്കാം നമുക്ക്. അപ്പം അതിൻ്റെ ഭംഗി നന്നായിട്ട് തന്നെ ഇരിക്കും. കണ്ടോ, ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുകയാണ്. വള്ളിയായിട്ട് വന്നത് അതിങ്ങനെ ചുറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ തന്നെ നിന്നോളും. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇതുണ്ടോ, ചെറിയ ലീഫ് മുറിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തത് അതിങ്ങനെ നടുക്കിങ്ങനെ വെച്ചിരിക്കുക. അപ്പം നടുക്കും അത് ഒരു ഷോ പോലെ ഇങ്ങനെ നിന്നോളും. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഇങ്ങനെ ഒരു പറഞ്ഞായിരുന്നു, ചെറിയൊരു പോട്ട് എടുത്തിട്ട് അതിനകത്ത് ഇതുപോലെ ഒരു മണി പ്ലാന്റിൻ്റെ 3 ഇല എടുത്ത് വെച്ച് 3-4 ഇല എടുത്ത് വെച്ചിട്ട് അതിനകത്ത് പിന്നെ ഇങ്ങനെ നമ്മൾ ഒരു പാർട്ടിയൊക്കെ വെക്കുമ്പോൾ അതിനകത്ത് ഗസ്റ്റിന് റിട്ടേൺ ആയിട്ട് കൊടുക്കാനായിട്ട്, ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ട് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഉള്ള സംശയം ഇരിക്കുന്ന പോട്ടിംഗ് മിക്സായിട്ട് അതിനകത്ത് അന്നേരം എന്ത് നിറയ്ക്കുന്നതുണ്ടോ? വെറും ചകിരിച്ചോറ് മാത്രമാണ് പോട്ടിംഗ് മിക്സ് നിറയ്ക്കുന്നത്. അതിനകത്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം കുറേ നാളായതാണ് വെച്ചിട്ട് നമ്മൾ ഇത് എൻ്റെ അടിയിലൊരു ചെറിയ ട്രേയോ ചെറിയ സോസറോ വെച്ചിട്ട് അതിനകത്തൊരു ശകലം വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതിൻ്റെ അടിയിലൊരു ചെറിയ ഹോളുണ്ട്. ആ ഹോളിൽ കൂടെ അതിനാവശ്യമുള്ള വെള്ളം അത് വലിച്ചെടുത്തോളും. ഇങ്ങനെ നിന്നോളും. ഇത് വളർച്ച വളരെ സ്ലോ ആയിരിക്കുന്നേ ഉള്ളൂ. ഇതിങ്ങനെ വെക്കാവുന്നതാണ്. ഈ ഇത് എൻ്റെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ 2 വർഷത്തോളമായി ഇതിങ്ങനെ തന്നെ ഇരിക്കുന്നു. കുറച്ച് നാളായി കേട്ടോ, 2 വർഷം അല്ലെങ്കിലേ ഉള്ളൂ ഇരിക്കുന്നു. ഒരു കുഴപ്പമില്ല, ഇങ്ങനെ വളരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് പിന്നെ ഒരാൾ ചോദിച്ചിരുന്നു, ഇതെങ്ങനെയാണ് ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നത്? അവരൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മറിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇലകൾ മറിഞ്ഞു പോകുന്നു. അപ്പം അതിനുള്ളൊരു പിന്നെ വിദ്യ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്, ഒരു ടെക്നിക്ക്. അത് ഞാൻ തന്നെത്താനെ കണ്ടുപിടിച്ച കേട്ടോ. ഇതിപ്പോൾ ഞാൻ വെറുതെ ചുറ്റിച്ച് വെച്ചിരിക്കുകയെന്ന് കണ്ടല്ലോ നിങ്ങൾ. അല്ല, ഇനിയും മറിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ വരാതിരിക്കാനുള്ള ഒരു ടെക്നിക്കും കൂടെ ഞാൻ ഇതിനകത്ത് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. അതും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മണി പ്ലാന്റിൻ്റെ തണ്ടുകൾ പ്രൊപ്പഗേഷനായിട്ട് മുറിച്ചെടുക്കുകയാണ്. മുറിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിലയും അതിൻ്റെ ചുവട്ടിലായിട്ട് വരുന്ന ഒരു നോഡും കൂടെ എടുത്തിട്ടാണ് നമ്മൾ പ്രൊപ്പഗേഷനായിട്ട് മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ്റെ വീഡിയോ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഐക്കാർഡിൽ കൊടുക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ തണ്ടുകൾ മുറിച്ചെടുക്കുകയാണ് കേട്ടോ. മണി പ്ലാന്റ് വളർത്തുമ്പം നല്ല ബുഷിയായിട്ട് നിൽക്കാൻ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ വെള്ളത്തിൽ അതുപോലെ ബുഷിയാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണ് അമ്മ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലൊരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കാം. എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കുപ്പികൾ. അപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുത്ത് നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു സിസേഴ്സ് വെച്ചിട്ട് നമ്മൾ വട്ടത്തിൽ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കും.
ഇനി നമ്മൾ ആ കുപ്പിയുടെ പുറവശത്ത് കണ്ടോ, ഈ അമ്മ തൊട്ട് കാണിച്ച സ്ഥലങ്ങളിൽ നമ്മൾ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പം ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് നമ്മളൊരു സ്ക്രൂ ഡ്രൈവറോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആണി ചൂടാക്കിയിട്ട് നമ്മൾ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ സ്ക്രൂ ഡ്രൈവർ ചൂടാക്കിയിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ്. സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ആണിയോ എന്തെങ്കിലും വെച്ച് അല്ലെങ്കിൽ വെറുതെ കത്തി വെച്ചാണേലും കിഴിച്ചാൽ മതി. ഇങ്ങനെ ആ കുപ്പിക്ക് ഹോളിട്ട് എന്നിട്ട് ഇങ്ങനെ അതിനകത്തേക്ക് ഇറക്കി വെക്കുക. അപ്പം നമ്മുടെ ഇല വെള്ളത്തിൽ മുട്ടിയിട്ട് ഇല ചീഞ്ഞ് പോകുന്ന പ്രശ്നം ഒഴിവാക്കാം. കാണുന്നുണ്ടോ നല്ലപോലെ? ഇച്ചിരി വളഞ്ഞിരിക്കുന്നതാണ്. ക്ലിയറായോ? ഇങ്ങനെ ഇനി 2-3 ഇല തണ്ടും കൂടെ വേണേൽ വെക്കാം. ഇതുണ്ടോ, ഇത് കൂമ്പ് ആയതുകൊണ്ടാണ് 2 ഇല ഇങ്ങനെ നിൽക്കുന്നത്. അതിനൊരു വേരുണ്ട്. ഇങ്ങനെ നമ്മൾ ആ ഹോളിലേക്ക് ഇറക്കി വെക്കുക. ഹോള് കാണുന്നുണ്ടോ? കുപ്പിയുടെ ഹോളിലേക്ക് ഇറക്കി വെച്ചു. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഇങ്ങനെ ഒരു ചെറിയ ചെടിച്ചട്ടിക്കകത്ത് വെള്ളം എടുത്ത്, ഹോളില്ലാത്ത ചെടിച്ചട്ടിയാണ്, കാണുന്നുണ്ടോ? അതിനകത്തേക്ക് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇല വെള്ളത്തിൽ മുട്ടുകയില്ല. എന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കിനും നന്നായിട്ട് വേര് കിളുക്കും. വേര് കിളുത്ത് ചെടി നന്നായിട്ടിരിക്കും. ഇതുണ്ടോ? അങ്ങനെ ഞാൻ കുപ്പി ഇറക്കി വെച്ചതാണിത്. ഇത് എന്നാന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഇലകൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് എടുത്തപ്പം മിച്ചം വന്ന ഇലകൾ ഞാൻ ഇതുപോലെ വെറുതെ കുത്തി വെച്ചതാണ്. ഇതുകൊണ്ട് എന്തേലും വേരാ വന്നിരിക്കുന്നതെന്ന്. അതിങ്ങനെ വെള്ളത്തിനകത്തോട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അതവിടെ നിന്നോളും. ഇപ്പം നമ്മളൊരു 2-3 ആഴ്ച എവിടെയെങ്കിലും വീട് പൂട്ടിയിട്ടിട്ട് പോയാലും ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കുന്ന ചെടികൾക്ക് യാതൊരുവിധ വെള്ളം മാറ്റമോ ഒന്നും ചെയ്തില്ലെങ്കിലും അതങ്ങനെ നിന്നോളും. ഇല വെള്ളത്തിൽ മുട്ടുമൊന്നും ഇല്ലല്ലോ. നമ്മൾ വെള്ളം ഒഴിച്ചില്ല എന്ന് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട. ഇതിങ്ങനെ നിന്ന് വളർന്നോളും. കണ്ടോ? ഇപ്പോൾ മനസ്സിലായി എങ്ങനെയാണെന്ന്? ഇതുപോലെ കുപ്പിയുടെ ഹോളിട്ടിട്ട് അതിനകത്തേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞ് വെള്ളത്തിനകത്ത് ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി. ഏതെങ്കിലും ഒരു പാത്രത്തിനകത്ത്. ഇങ്ങനെ ചെടിച്ചട്ടി കുഴിഞ്ഞിരിക്കുന്ന ചട്ടിക്കകത്ത് വെക്കാൻ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇല പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ താത്തി വെക്കുന്നത്. അല്ലെങ്കിൽ കാറ്റൊക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഇല പറന്നു പോയെന്നായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എല്ലാവരും ചിന്തിക്കുമല്ലോ, ഇതെങ്ങനെയാണ് ഈ സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. ഇത് നമ്മൾ വീട് പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം വേസ്റ്റായിട്ട് മിച്ചം വരുന്ന സിമൻറ്റ് പൈപ്പ് വെച്ചും ഉണ്ടാക്കാം, അതല്ല PVC പൈപ്പ് വെച്ചും ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പം PVC പൈപ്പ് വെച്ച് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. കണ്ടോ, ഇതൊരു 2 അടി നീളമുള്ള ഒരു PVC പൈപ്പാണ്. ഞാനതെടുത്ത് അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് മുറിച്ചെടുത്ത് അതിന് നമുക്കിങ്ങനെ ചെയ്യുന്നതിന് ഇങ്ങനെ ഒരു നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം മേടിക്കുമ്പോൾ കിട്ടുന്ന ഫുഡ് കണ്ടെയ്നറിൻ്റെ അടപ്പില്ലേ, അതാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിട്ട് കെട്ടി വെക്കുമോ, അതല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ചെയ്ത് വെച്ചാൽ ഇത് ബ്ലോക്ക് ആക്കുക. എന്നിട്ട് അതിനെ ഇങ്ങനെ തല തിരിച്ച് വെക്കുക. അതിനെ ഇങ്ങനെ തല തിരിച്ച് വെച്ചിട്ട് അപ്പോൾ അടിയിൽ ക്യാപ്പായില്ലേ, എന്നിട്ട് നമുക്ക് അതിനകത്തൊരു 1/4 ഭാഗം മണ്ണോ മണലോ എന്തെങ്കിലും നിറച്ച് കഴിഞ്ഞാൽ ഈ PVC പൈപ്പ് ഇങ്ങനെ കാറ്റത്ത് ആടി ചെടിച്ചട്ടി മറിഞ്ഞു പോകാതിരിക്കും. അതിനുള്ളൊരു വിദ്യയാണ് ഞാനീ പറയുന്നത് കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് അതിനകത്തേക്ക് മണ്ണിടുക. കാണിച്ചു തരാം. കാൽ ഭാഗത്തോളം മണ്ണിട്ടാൽ മതി. അപ്പം തന്നെ PVC പൈപ്പിന് ഒരു കണ്ടോ, ഇപ്പോൾ ഉറപ്പായില്ലേ. എന്നിട്ടൊരു നിരപ്പായ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ PVC പൈപ്പ് ചട്ടി മൂളി വെച്ച് കഴിഞ്ഞാൽ മറിഞ്ഞു പോകുമല്ലോ കാറ്റത്ത്. അല്ലെങ്കിൽ PVC പൈപ്പിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് മറിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത്. ഞാനിവിടെ വെച്ചിരിക്കുന്നത് കുറേ എണ്ണം
പിന്നെ സിമെൻറ്റിൻ്റെ പൈപ്പാണ്. അപ്പോൾ അതിന് എനിക്ക് പിന്നെ ഈ മണ്ണ് ഇടേണ്ട കാര്യമൊന്നും വന്നിട്ടില്ല. അത് വെറുതെ വെച്ചാൽ മതി. അതിൻ്റെ നല്ല വെയിറ്റുള്ള സാധനമായതുകൊണ്ട് അതിനൊരു കുഴപ്പമില്ലാതിരിക്കും. എന്നിട്ട് അതിനെ ഇങ്ങനെ ഒരു ക്യാപ്പ് വെച്ച് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, അതിൻ്റെ മുകളിൽ ചെടിച്ചട്ടി നമുക്ക് വെക്കാം. വേറൊരു ക്യാപ്പ് വെച്ച് അത് അടച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചെടിച്ചട്ടി വെക്കാം. കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇപ്പോൾ ഒരു ഇളക്കവും ഇല്ല, ഒന്നുമില്ല. കാറ്റ് വന്നാലും ആര് പിടിച്ച് അനക്കിയാൽ പോലും കണ്ടോ, ചട്ടി മാത്രമേ അനങ്ങുള്ളൂ. അത് നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നോളും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്ന ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം നമുക്ക്. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.